ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേരള ഗവൺമെൻറ് ഇപ്പോൾ 2 ദിവസമായി പുറത്തിറക്കിയിട്ടുള്ള PVC കാർഡ് ലൈസൻസിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി പരിവാഹൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്ട്രേഷൻ ചെയ്യുക. അതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് എന്നുള്ളത് കേരള എന്ന് ആക്കുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ളത് വ്യൂ എന്നത് പ്രസ് ചെയ്യുക. ഇതിൽ റീപ്ലേസ്മെൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്രസ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ RTO സെലക്ട് ചെയ്യുക. RTO സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കുക. അതിനുശേഷം ജനറേറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്യുക. അത് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കേണ്ട കോളമാണ്. അതിൽ നിങ്ങൾ മുന്നേയുള്ള അഡ്രസ്സ് കാണാം. പുതിയ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത ശേഷം പെർമനന്റ് അഡ്രസ്സ് എന്നുണ്ട്. അത് സെയിം ആണെങ്കിൽ സെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിൻകോഡും കാര്യങ്ങളും ഡീറ്റെയിൽസും മുഴുവൻ കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് വരുന്ന പേജിൽ ഡിക്ലറേഷൻ ആണ്. അത് നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ അവയവദാനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക. ഇതിൽ കുറേ കാറ്റഗറി വയ്ക്കുന്നുണ്ട്. ജനറൽ, എക്സ് സർവീസ്മാൻ, അങ്ങനെ കുറേ ഫോറിനേഴ്സ്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള. ഞാനിപ്പോൾ ജനറലാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അടുത്ത് വരുന്ന പേജിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്ത് ഫോണിൽ കാണാവുന്നതാണ്. ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ പ്രീവിയസ് പേജിൽ പോയി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. ഇഷ്യൂ ഡേറ്റ് കൊടുക്കാനുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ആയ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഡയറക്റ്റ് ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെന്റ് ഹാസ് ബീൻ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് ഒരു എഴുതി കാണിക്കും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ കോളത്തിൽ നിങ്ങൾക്ക് ഫോട്ടോവും സിഗ്നേച്ചർ ചെയ്യേണ്ട കോളമാണ്. അതിൻ്റെ മുകളിലുള്ള നിങ്ങളുടെ കൊടുത്ത പേരും ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇവിടെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോൻ്റെ കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ പ്രശ്നമല്ല. നിങ്ങൾ ഗാലറിയിലെ ഫോട്ടോ കറക്റ്റ് സൈസ് ആക്കിയിട്ട് ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നിങ്ങൾ പേയ്മെൻറ്റ് എത്രയാണ് അങ്ങനെയൊക്കെയുള്ളൊരു പേജാണ്. അപ്പോൾ ഇതിൽ 245 രൂപയാണ് പോസ്റ്റൽ ചാർജ് അടക്കം വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കപ്പാച്ച ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പേ നൗ എന്നുള്ളത് പ്രസ് ചെയ്യുക. പിന്നെ ബാങ്ക് കേരള ന്യൂ ട്രഷറി എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്തിട്ട് വേണം കപ്പാച്ച എൻ്റർ ചെയ്യാൻ. അതിനുശേഷം പേ നൗ കൊടുക്കുക. ഓൺലൈനിൽ ചാർജ് ചെയ്യേണ്ട കുറേ വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അത് കാണുക. അതിനെപ്പറ്റി ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല.
അതിനുശേഷം ഐ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം പ്രോസസ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട നിരവധി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയുമായ ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഫുൾ കംപ്ലീറ്റ് ആയാലും ഇങ്ങനെ ഒരു പേജാണ് വരിക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഹോമിലേക്ക് പോവുക. ഇതിൽ നിന്നും ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത ശേഷം ഫസ്റ്റ് പേജിൽ നിന്നും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ആപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റഡ് ആണ്, അപ്ലോഡ് ഡോക്യുമെൻറ്റ് കംപ്ലീറ്റഡ് ആണ്, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കംപ്ലീറ്റഡ് ആണ്, പേയ്മെൻറ്റ് അടിച്ചതും കംപ്ലീറ്റ് ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യം പുതിയ PVC ലൈസൻസ് കാർഡിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതിനുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.